Hello friends, welcome to Real Cook Food and Vlogs. ഇന്ന് ഞാനൊരു Leches കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെറും 4 ചേരുവകൾ കൊണ്ട് 10 മിനിറ്റിൽ തീ പോലും കത്തിക്കാതെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഈ ബൗൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്നൊന്നും വിപ്പായി കിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തണുപ്പിനനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടയായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേറൊരു മിക്സ്ചർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് സാദാ പാല്, പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ബ്രൗൺ കളറ് സൈഡൊക്കെ 4 ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുക്കണം. വളരെ എളുപ്പമാണ്. 4 സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല. ഏത് കുട്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ സൈഡൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു കവറിൽ ആക്കിയാലും മതി. ഇനി ഈ കേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗൾ എടുത്താലും മതി. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ലെയർ കുറച്ചൊരു വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് എല്ലാ സൈഡും കവർ ചെയ്യുന്ന തരത്തിൽ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ സാദാ വിപ്പിംഗ് ക്രീമോ ഏതെങ്കിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കണം. ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ നമ്മൾ ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് വെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് പൈപ്പിംഗ് ബാഗിലാക്കിയ കാരണം ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെക്കുക, ബ്രെഡ് വെക്കുക. നേരത്തെ വെച്ച പോലെ തന്നെ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തെ ലെയറും വെക്കാം. എല്ലാ സൈഡും കവർ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെയറും നമുക്കൊന്ന് വെറ്റാക്കി എടുക്കണം. നേരത്തെ ഒഴിച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഫസ്റ്റ് ലെയറും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മിക്സ് മാത്രം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക.
ഇനി നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ബാക്കി എന്ത് എസൻസ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് പോലെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. മാക്സിമം നമുക്ക് ഓവർനൈറ്റൊക്കെ വെക്കാം കേട്ടോ. മുകളിൽ കുറച്ച് ബദാം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. വളരെ സിമ്പിളല്ലേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു ബുദ്ധിമുട്ട് വേണ്ട, ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മിൽക്ക് വെച്ചിട്ടുള്ള കാരണം. ഈ മിൽക്കിൻ്റെ ആ ഒരു ലെയർ അത് നല്ലൊരു സോഫ്റ്റാണ്. ഈ കേക്കിന് ഉണ്ടാക്കാൻ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മളിതൊന്ന് എടുക്കുകയാണ്. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു മിക്സിലേക്ക് ഈ കേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി വേണം കഴിക്കാനായിട്ട്. ഈ ഒരു മിൽക്കിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടി നമ്മൾ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്